യെസ് യെസ്. ഇപ്പൊ നമ്മള് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഭാഗത്തിലൂടെയാണ് കടന്നു പോണത്. കേൾക്കാലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു തംസപ്പ് തരുമോ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. ഗുഡ്. വെരി ഗുഡ്. അപ്പോ നമ്മള് ഒരുപാട് ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. മതി മതി. ഓക്കെ. അൺമ്യൂട്ട് ഓൾ ഓഫ് യു. ഓക്കെ. അപ്പോ നമ്മള് ഒരു യാത്ര അത്രയും ഒരു നല്ല ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തില് വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. എന്നാൽ നമ്മളെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത സിറ്റുവേഷനുകളാണ് ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടാവാറുള്ളത്. അതിന് എന്താണ് കാരണം? ഇത് ഇത് കണ്ടെത്തലാണ് സത്യത്തില് നമ്മളൊരു പണി എന്ന് പറയുന്നത്. ആ കാരണം ഞാൻ നിങ്ങൾക്ക് കണ്ടെത്തി തരില്ല. നിങ്ങളെ കാരണം നിങ്ങളാണ് കണ്ടെത്തുക. പക്ഷെ ഞാൻ ഇതെല്ലാം പറയും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളോടാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് നിങ്ങളോടാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രമാണ്. കാരണം വേറെ എവിടുന്നും അതിന് ഉത്തരം കിട്ടൂല. കാരണം നിങ്ങളുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉയരാൻ സാധിക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആർക്കും അറിയില്ല. ഇതൊരു രഹസ്യമാണ്. അതുകൊണ്ട് അത് അറിയില്ല. ആ രഹസ്യം നിങ്ങൾക്ക് പോലും എന്താണെന്ന് നിങ്ങളുടെ ഇപ്പത്തെ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കൂല. എന്നാൽ നമുക്ക് ഉള്ളിലിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളെ സത്യത്തിൽ നമ്മളെ വിജയ പരാജയങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു ജീവിതവുമായിട്ടാണ് ഞാനും നിങ്ങളും പല സമയത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് പല കാര്യങ്ങളും പഠിച്ചു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തണമെന്നും, നമ്മൾ എങ്ങനെ ഒരു ലീനിയർ തിങ്കർ ആവണമെന്നും, സ്കാറ്റേർഡ് തിങ്കർ അല്ലാതെ എങ്ങനെ മാറണം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇതിനെല്ലാം നിങ്ങൾ ആക്ഷൻ ആക്കി മാറ്റണം. നിങ്ങൾ ഇതിനെ എഴുതണം. എന്താ പറയാൻ കാരണം വെച്ചാൽ, എഴുതുമ്പോ നമ്മളെ ഉള്ളിൽ ഒരു ഒരു പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. നമ്മളുടെ ബ്രെയിന്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതണം. ആ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ എഴുതുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ബ്രെയിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിംഗ് പിന്നെ എപ്പോഴെങ്കിലും നമുക്കിത് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അത് പുറത്തേക്ക് വരും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം നമുക്ക് എത്രയോ കാലമായിട്ട് നമ്മൾക്ക് അറിയുന്ന പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഉപയോഗിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അത് നമ്മള് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതായിരിക്കും. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതായിരിക്കും. കാലങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ, അത് ഉപയോഗിക്കേണ്ടതായിട്ട് ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, അത് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കും. അതാണ് പ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അത് നമ്മളുടെ ഉള്ളില് പ്രവർത്തിക്കും. അപ്പോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ മുന്നില് ഒരു റൈറ്റിംഗ് പാഡും കുറച്ച് ന്യൂസ് പ്രിന്റും ഉണ്ടാവും. ഞാന് എന്തെങ്കിലും കാര്യം വന്നാൽ അപ്പൊ അതിൽ എഴുതും. ആ എഴുതിയത് പല സമയത്തും എനിക്ക് പോലും പലതും വായിക്കാൻ കിട്ടാറില്ല. കാരണം ഞാൻ അത് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ അത് എന്താണോ ഞാൻ ആ പഠിച്ച കാര്യം, അത് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മളുടെ മുന്നിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയത്ത് എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മളുടെ മുന്നിൽ ഒരു പെന്നും ഒരു പേപ്പറും ഉണ്ടായിരിക്കണം. ആ പേപ്പർ നിങ്ങൾ പിന്നീട് ഉപയോഗിച്ചോ ഉപയോഗിക്കാതിരിക്കോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അത് വേറെ കാര്യം. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ ആ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അത്
എന്തായിട്ടുണ്ടായിരിക്കും? പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മളുടെ ഉള്ളിൽ പല സമയത്തും പ്രോഗ്രാമിംഗ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറയുന്നത് എഴുതാനാണെങ്കിൽ, പക്ഷെ എഴുതാതെ തന്നെ പല സമയത്തും നമ്മളുടെ ഉള്ളിൽ പ്രോഗ്രാമിംഗ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ചില ആളുകൾക്ക് ചെറിയ കുട്ടിയാവുമ്പോഴായിരിക്കാം, ഏർലി ചൈൽഡ്ഹുഡിലായിരിക്കാം, ചെറിയ കുട്ടിയാവുമ്പോഴായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് അത് നമ്മളുടെ യുവത്വത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് അത് നമ്മളുടെ ആഫ്റ്റർ മാരേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചില ആളുകൾക്ക് മാരേജിന്റെ തൊട്ട് മുന്നേ ആയിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടിയ ആ പ്രശ്നങ്ങൾ, അതായത് പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചത്, അതാണ് പല സമയത്തും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മുന്നിൽ പേടിയായിക്കൊണ്ടും പല രൂപത്തിലും നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ സാധിക്കാതിരിക്കുന്നത്. കാരണം നമ്മൾ പല സമയത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കി, പല കാര്യങ്ങളും നമുക്ക് പറയണം എന്നുണ്ടായിരിക്കും. പക്ഷേ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതെന്താണ് നമുക്കറിയില്ല. എന്താ കാരണം? നമ്മള് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടുള്ള പരിഗണന നഷ്ടപ്പെടുമോ? നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമോ? നമ്മളെ അവർ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അത് ഇല്ലാതാവുമോ? അവർ നമ്മളെ അവരുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടുമോ? അവർ നമ്മളെ അവഗണിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള എന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ഭയങ്ങൾ കൊണ്ടാണ് നമ്മൾ സത്യത്തിൽ നമ്മളായി മാറാത്തത്. ഇതൊരു വലിയ സത്യമാണ്. നമ്മൾ എത്ര പറഞ്ഞാലും, ആര് പറഞ്ഞാലും ആ സത്യത്തിനെ, ഞാൻ എന്താ വെച്ചാൽ ആ സത്യത്തിനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിനെ എന്താ പറയാ, ആസ്വദിച്ച് അറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം. അതിനെ ആസ്വദിച്ച് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കൽക്കണ്ടത്തിന്റെ കളറ് നമുക്ക് കണ്ടാൽ അറിയാം ഇത് വെള്ളയാണ്, വൈറ്റ് ആണ്. കൽക്കണ്ടത്തിന് ഇന്നിൻ ടേസ്റ്റ് ആണ് എന്നൊക്കെ നമ്മളോട് ഒരാൾ പറഞ്ഞു. പക്ഷെ ആ കൽക്കണ്ടം കഴിക്കുമ്പോഴാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതേപോലെ ഇതിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. അത് പഠിച്ച അന്നും അല്ല, പ്രാക്ടീസ് ചെയ്ത അന്നും ഇന്നും ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം നമ്മളുടെ മുന്നിൽ പല സാധനങ്ങളും വരും. ആ വരുന്നതൊക്കെ നമ്മളുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ഈ പറഞ്ഞ സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോ നമുക്കതിനെ എന്താ പറയാ, അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് ഒരു കാര്യം നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നം. അല്ല, എല്ലാ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം. എന്നാൽ നമ്മളെ എപ്പോഴാണോ നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നത്, ഈ മുഖാവരണം, ഈ മാസ്ക് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഫിസിക്കൽ മാസ്ക് ആണ്. ഒന്ന് ഫിസിക്കൽ മാസ്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കൊറോണ സമയത്ത് നമ്മളുടെ മുഖത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഒരു മാസ്ക് ഉണ്ടാക്കിയിരുന്നു, ഒരു മാസ്ക് കെട്ടിയിരുന്നു. ആ മാസ്ക്, അല്ലെ? ആ മാസ്ക്, ഈ മാസ്ക് അല്ല നമ്മളിപ്പോ പറയുന്ന മാസ്ക്. നമ്മളിപ്പോ പറയുന്ന മാസ്ക് എന്ന് പറയുന്നത് ഇമോഷണൽ മാസ്ക് ആണ്. നിങ്ങൾ ഒരു ചെറിയ കുട്ടീനെ, നിങ്ങളെ കുട്ടീനെ, വേറെ ആരും വേണ്ട, നിങ്ങളെ കുട്ടീനെ ചുമരിൽ വരച്ചതിന്റെ പേരിൽ ആ കുട്ടിയെ നിങ്ങൾ ഷൗട്ട് ചെയ്താൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. ആ പേടി പിന്നീട് വളർന്നു വരുമ്പോ വേറെന്തെങ്കിലും കാര്യം വരുമ്പോഴും ആ പേടി അയാളുടെ മുന്നിലേക്ക് വേറെ രൂപത്തിൽ ചാടും. അത് അയാളുടെ മുന്നിൽ ഒരു മറ സൃഷ്ടിക്കപ്പെടും. അയാൾക്ക് മുന്നിൽ കാണുന്നതിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അയാൾക്ക് മുന്നിൽ കാണുന്നതിനെ, അല്ലെങ്കിൽ അയാളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അയാൾക്ക് മുഴുവനായിട്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വണ്ടി ഒരു റോട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ മഴ പെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗ്ലാസ് മൂടുന്നത് പോലെ, ഇതുപോലെ നമ്മളുടെ മുന്നിൽ ആ കാര്യം വരുമ്പോ ഒരു 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 മൂകത, ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് മുന്നിൽ വരും. അതുപോലെ തന്നെ നമ്മളുടെ പുക്കിൾ കൊടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കുമ്പോ, എന്തെങ്കിലും നമുക്ക് പേടിയുള്ള ഒരു കാര്യം കേൾക്കുമ്പോ ഒരു പേടി വിറച്ച് കേറിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കേറി മേലേക്ക് വരും. അതാണ് പല ആളുകളും എന്തെങ്കിലും ഒരു ചെയ്ത് കഴിയുമ്പോ ഔ കഴിഞ്ഞു കിട്ടി എന്നുള്ള ആ ഒരു സാധനം വരാനുള്ള കാരണം അതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ മുന്നേ അയാളുടെ ഉള്ളിൽ ആ, നിങ്ങൾ കറക്റ്റ് സ്പേസാ ഞാൻ പറഞ്ഞത്.
നിങ്ങളുടെ പുക്കിൾ കൊടിയുടെ ഭാഗത്ത് നിന്നാണ് ആ ഒരു കാളൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരിക. ശരിക്കും ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ആളും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളും ഒക്കെയാണ്. അങ്ങനത്തെ ആൾക്കാരിൽ നിന്നാണ് നമുക്ക് പേടി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഒരു പരിഗണനയും കിട്ടുന്നില്ലേ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് പറയും, നമുക്ക് കുറച്ച് ധൈര്യം മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നാൽ അയാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നതിന് മുൻപേ നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും നമ്മൾ ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. കാരണം നമ്മളുടെ ഉള്ളിൽ ചോദിക്കുന്നതിന് മുന്നേ വരുന്ന ഒരുപാട് പേടികളാണ്. അതിനുള്ള ഒരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. നമ്മളോട് ഒരുപാട് കാലം മുന്നേ തന്നെ പറഞ്ഞു, നീ പുറത്തിറങ്ങാൻ പാടില്ല, നീ പെൺകുട്ടിയാണ്. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യേണ്ട ആളാണ്. അവിടെ ചെന്നിട്ട് നമ്മള് എന്താണ് അവരുടെ വിരിപ്പലക്കാനുള്ള ആളാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള ആളാണ്. നിന്റെ ജോലി എന്ന് പറയുന്നത് നിന്റെ കുട്ടികളെ നോക്കലാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനക്കിതൊന്നും വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല സമയത്തും നമ്മളെ ഉള്ളിൽ തന്നെ എത്രയോ ചെറുപ്പത്തിൽ നമ്മളെ ഉള്ളിൽ കൊണ്ടുവന്ന് വന്ന മാസ്കുകളാണ്, നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന മാസ്കുകളാണ് പല സമയത്തും നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു വിറയൽ വരുന്നത്. എന്നാൽ അതേ ആളുകൾ നമ്മളുടെ വീട്ടിൽ ചെന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്താ കാരണം? ആ പേടി അപ്പൊ അതവിടെ വർക്ക് ചെയ്യുന്നില്ല. ഈ പേടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അയാൾ എന്നെ പിന്നെ പരിഗണിക്കുകയില്ലയോ? അയാൾ എന്നോട് മിണ്ടാതാകുമോ? അയാൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമോ? അയാൾ എന്നോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം ഇനി കാണിക്കാതിരിക്കുമോ? എന്നെ പരിഗണിക്കാതിരിക്കുമോ? ഞാൻ ഒറ്റപ്പെടുമോ? എന്റെ ജീവിതത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുമോ? എന്നെല്ലാം നമ്മളുടെ ഉള്ളിൽ ഈ പേടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു മാസ്കാ. ഇതൊരു മാസ്കാ. എന്ന് സംഭവിച്ചാന്നുള്ളത് നമുക്കറിയില്ല. നമുക്കറിയില്ല. ഈ മാസ്കുകളെ ആദ്യത്തെ നമ്മളുടെ പണി ഈ മാസ്കുകളെ പഠിക്കലാണ്. എന്നിട്ട് നമ്മൾക്കുള്ളിൽ ഈ മാസ്കുകളിൽ ഏത് മാസ്കാണ് ഉള്ളത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ്. അതിനുശേഷമാണ് എന്റെ മാസ്കിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ഒരു ക്ലാസ് കൊണ്ടോ ഒരു സമയം കൊണ്ടോ തീർക്കാൻ പറ്റാത്ത സാധനമായതുകൊണ്ട് അത്രയും ഡീപ്പർ ലെവലിൽ പോകുന്ന കാര്യമായതുകൊണ്ട് മെല്ലെ മെല്ലെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മനസ്സുകൊണ്ടുള്ള കളിയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നും ചെയ്യാൻ സാധിക്കൂല. അങ്ങനെ ആ മനസ്സിന്റെ കളി ആയതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഹാർട്ടിന്റെ സർജറി ചെയ്യുന്ന ഡോക്ടർ ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലേറെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് പഠിപ്പിച്ചു തരണം. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യണം. ബാക്കി അതിന് ശേഷമാണ്. ഇതൊരു ഗംഭീര സാധനമാണ്. ഇത് കഴിയുമ്പോഴേക്കന്നെ നിങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്ത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് ഈ സെഷൻ, അതായത് ഇന്നത്തെ സെഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഇതിന്റെ മൊത്തം ഭാഗങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പ്രകാശം സൃഷ്ടിക്കപ്പെടും. ആ പ്രകാശം വളരെ കോൺഫിഡൻസ് നിങ്ങളെ ഉള്ളിൽ ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ആളുകള് നമ്മൾ ഈ കാരണങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ പല തരത്തിലും നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യത്തിലും അഡ്ജസ്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ മാസ്ക് എന്താണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? എന്താണ് ഒരു മനുഷ്യന്റെ മനസ്സ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാനും കേൾക്കാനും അല്ലെങ്കിൽ കാണാനും അനുഭവിച്ചറിയാനും തൊടാനും സാധിക്കാത്ത, എന്നാൽ അവന്റെ ജീവിതത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മാജിക്കുകാരനായിട്ടുള്ള മനസ്സാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മുഴുവൻ കാലഘട്ടവും മരണം വരെയുള്ള അയാളുടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ തീരുമാനങ്ങൾ എടുക്കാൻ അയാളെ സഹായിക്കുന്നതും അയാളെ നിരുത്സാഹപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അയാളെ ഉത്സാഹിയാക്കി മാറ്റുന്നതും എല്ലാം പ്രചോദനം നൽകുന്നതും എല്ലാം ഈ മനസ്സ് മാത്രമാണ്. ആ മനസ്സിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ടുള്ള ആ ആവരണത്തിനെ മാറ്റണമെങ്കിൽ ആദ്യം മനസ്സിന്റെ സിസ്റ്റം എന്താണ് എന്ന് നമ്മൾ പഠിക്കാം. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ചെറിയ കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയ എന്താ പറയാ, നമ്മളൊരു
എല്ലാം തികഞ്ഞ ആളായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ ഇടയിൽ എപ്പോഴോ സംഭവിച്ച പല പ്രശ്നങ്ങളുമാണ്, തുടർന്ന് അതുമായിട്ടുള്ള ചിന്തകളുമാണ് നമ്മളെ പല സമയത്തും നമ്മളെ മനം മടുപ്പിച്ചിട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേയും ഒരുപാട് പേടി, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ആ പേടി, അല്ലെങ്കിൽ ഈ ഞാനൊക്കെ ഇത് ചെയ്താൽ ശരിയാകുമോ ആ പേടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മുടെ മാസ്ക്. ഇത് മനസ്സിന്റെ എവിടെയാണ് കിടക്കുന്നത്? മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമുക്ക് പല ആളുകൾക്കും പലതും പറയാണ്ടാവും. ഞാൻ എന്റെ സ്റ്റൈലിലാണ് പറയുന്നത്. നമുക്ക് 3 പാർട്ടുകളായിട്ട് തിരിക്കാൻ പറ്റും. 3 പാർട്ടുകളായിട്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ നമുക്ക് തിരിക്കാൻ പറ്റുക. ഓക്കെ, അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഒരു സാധനം വരക്കാം. ഇതാണ് ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് കരുതിക്കോ. ഇതിനെ നമ്മൾ 3 പാർട്ടായിട്ട് തിരിക്കാൻ പോവാം. ഈ 3 പാർട്ട് എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടന്റ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന നമ്മളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ, നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും നമ്മളെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല്, തൽക്കാലം ഈ കാര്യം ഒന്ന് നടന്നു കിട്ടിയാൽ മതി. സാറേ ഇതൊന്ന് ശരിയായി കിട്ടിയാൽ എന്റെ പ്രശ്നം തീരും. എനിക്കൊരു ചെറിയ ജോലി കിട്ടിയാൽ എന്റെ പ്രശ്നം തീരും. അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു 1000 രൂപ കിട്ടിയാൽ എന്റെ പ്രശ്നം തീരും. തീരൂല, തീരൂല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജോലി കിട്ടിയതിന്റെ പ്രശ്നം തീരും. ഞാൻ പറയുന്നു തീരൂല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ചളി കോരി ഒഴിവാക്കാതെ നമുക്ക് കിട്ടിയ ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ചെന്ന സ്ഥലത്ത് നമുക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ട് ഈ ചളിയിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കന്നെ വേണം. അതിനാണ്, ആ ചളിയുടെ ആവരണത്തിനാണ് നമ്മൾ പറയുന്നത് മാസ്ക് എന്ന് പറയുന്നത്, ഇമോഷണൽ മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 20 മാസ്കുകളാ പഠിക്കണം. അതിന്റെ മുന്നേ നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എന്താണ് മനസ്സിന്റെ അവസ്ഥ. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കോൺഷ്യസ് മൈൻഡാണ്. കോൺഷ്യസ് മൈൻഡാണ്, അതായത് നമ്മളുടെ ജീവിച്ചു പോകുന്ന, അതായത് താൽക്കാലികം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് ആ പ്രശ്നം തീർന്നാൽ മതി എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിന്റെ അവസ്ഥയാണ്. അവന്റെ കളിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, കാരണം അത് പ്രസന്റ് കണ്ടീഷനിൽ നടക്കുന്ന സാധനമാണ്. എന്നാൽ ഇതിന്റെ തൊട്ട് താഴെ നമുക്കൊരു അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അൺകോൺഷ്യസ് മൈൻഡ്, അതായത് ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അൺകോൺഷ്യസ് മൈൻഡ് ഇവന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾക്ക് ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവുകളുടെയും സ്റ്റോറേജ് കേന്ദ്രം. ഇവിടെ ഇങ്ങനെ അടുക്കുകളാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്? നെഗറ്റീവുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പേടി, അതേപോലെ പല സാധനങ്ങളും, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എല്ലാ ഭയങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ നെഗറ്റീവുകളാക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ നെഗറ്റീവ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കോൺഷ്യസ് മൈൻഡിന്റെ പ്രതലത്തിൽ വരുമ്പോൾ, അതായത് നമ്മൾ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട, ഇതിൽ അടിഞ്ഞുകൂടിയ ഏതെങ്കിലും ഒരു നെഗറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ മുന്നിൽ വരുമ്പോൾ, ആ നെഗറ്റീവിന്റെ എനർജി ഇങ്ങോട്ടേക്ക് കയറും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇനി എന്താണ് അപ്പൊ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ? ഏറ്റവും താഴെ അതിവിശാലമായിട്ട് സന്തോഷത്തിന്റെ, നമ്മളുടെ മനസ്സിന്റെ ആ ഒരു കാലഘട്ടം, അതായത് ഏറ്റവും നല്ല മനസ്സ്, നമ്മൾ ഓപ്പൺ ആയി കിടന്നിരുന്ന മനസ്സ്, നമ്മൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടിരുന്ന മനസ്സ്, അതായത് ഇപ്പൊ അറബിയിൽ പറയുകയാണെങ്കിൽ ഫിത്രത്ത്, അതായത് നമുക്ക് ഒന്നും അറിയാത്ത നിഷ്കളങ്കനായിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞായിരുന്ന കാലത്തെ നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പേരാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. എന്താണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്? ഇവിടെയാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റവും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എനർജിയുടെയും ശിലാകേന്ദ്രം. ഇവിടെയാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണല്ലോ, ഇത് എവിടെ കിടക്കുന്നത്? ഇതിന്റെ ഒക്കെ താഴെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കൽ നിർബന്ധമാണ്.
ഇത് ഒരൊറ്റയടിക്ക് ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കേറില്ല. ഇത് കേറണമെങ്കിൽ ഇതിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു പോകുമ്പോ ഇതിങ്ങനെ കേറിയിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. ആ കേറി വരുമ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇത് വരും, എന്തായാലും ആ നെഗറ്റീവ് വരും. വരുന്ന സമയത്ത് അതിനെ നമുക്ക് അതിജീവിക്കാനുള്ള, അതിനെ നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാനുള്ള ഒരു സെൽഫ് പവർ നമ്മളെ ഉള്ളിൽ നിന്ന്, എന്താ, രണ്ട് പവർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. രണ്ട് പവർ ഉണ്ട്. ഒന്ന് സെൽഫ് പവർ ആണ്, ഒന്നെന്താണ് നമ്മളുടെ ഉള്ളിലുള്ള, ഒന്ന് നമ്മളുടെ സെൽഫ് പവർ ആണ്, രണ്ടാമത്തെ വിൽ പവർ ആണ്. വിൽ പവറും സെൽഫ് പവറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് പറയാണ് ഈ ഈ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളുടെ ചളിയൊക്കെ ഒഴിവാക്കിയ ഒരാള് പറയണേ, സാർ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ അയാൾ ഞാൻ സംസാരിച്ചപ്പോത്തിന് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം റെഡിയായി. ഞാൻ കരുതിയിരുന്നത് ഒബ്ജക്ഷൻ വരുന്നായിരുന്നു, പ്രശ്നം വരുന്നതിനു, എന്നെ സമ്മതിക്കൂലെന്നായിരുന്നു, പക്ഷേ അത് സമ്മതിച്ചു സാർ. അവിടെയാണ് എന്റെ പ്രത്യേകത. അതിന്റെ പേരാണ് അതിന്റെ പേരാണ് നമ്മൾക്കുള്ളിലെ സെൽഫ് പവർ. എന്നാൽ ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു സാറേ. എങ്ങനെ? ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടും അയാളെ ഞാൻ എന്ത് ചെയ്തു, അയാളോട് തെറ്റിക്കിടന്നിട്ടും മിണ്ടാതെ കിടന്നിട്ടും പരിഗണിക്കാതെയും ഒക്കെ ചെയ്തിട്ട് ഞാൻ പല ഭീഷണിയും നടത്തിയിട്ട് ഞാൻ എന്റെ കാര്യം സാധിച്ചു സാറേ. അതിന്റെ പേരാണ് വിൽ പവർ. ഈ വിൽ പവർ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. ഈ അസ്വസ്ഥതയുടെ ഫലമായിട്ട് നമ്മൾക്കുള്ളിൽ രണ്ട് ഹോർമോണുകൾ സൃഷ്ടിക്കപ്പെടും. ഒന്നിന്റെ പേരാണ് കോർട്ടിസോൾ, ഒന്നിന്റെ പേരാണ് അഡ്രിനാലിൻ. ഈ രണ്ട് ഹോർമോണുകളും എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കാനും അതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറ്റിയ രണ്ട് ഹോർമോണുകളാണ്. സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും പേടിയുടെയും എല്ലാം ഹോർമോണായ കോർട്ടിസോളും അതുപോലെ തന്നെ അഡ്രിനാലിനും നമ്മളുടെ ഉള്ളിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. എപ്പോഴാണത്? അത് വിൽ പവർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. സെൽഫ് പവർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളുടെ ഉള്ളിലുള്ള ഹാപ്പി ഹോർമോൺസ് ആയ 4 ഹോർമോൺസുകൾ പ്രൊവൈഡ് ചെയ്യും. ആ ഹോർമോണുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത് ഈ എനർജിയാണ്. അതുണ്ടാക്കുന്നത് നമ്മളുടെ ഉള്ളിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഉണ്ടാക്കുക, വിജയത്തിന്റെ നിമിഷങ്ങളാണ് ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയിട്ട് ഈ പണി എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ മുന്നേ ഇതിനെ ഫുള്ളായിട്ട് പല മാസ്കുകളെ കൊണ്ട്, അതായത് ഈ നെഗറ്റീവ് മാസ്കുകളെ കൊണ്ട്, ഞാൻ പറയാം ഒന്നും കൂടെ പറഞ്ഞുതരാം. മാസ്കുകളെ കൊണ്ട് നമ്മളാകുന്ന ഒരു ഡയമണ്ട്. എന്താണ് ഡയമണ്ടിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് മാർക്കറ്റിൽ വാല്യൂ ഉള്ള സാധനമാണ്. എന്താണ് വാല്യൂ ഉണ്ടാകാനുള്ള കാരണം? വാല്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവാൻ കാരണം? അതിന് വിലയുണ്ട്, റീസെയിൽ വാല്യൂ ഉണ്ട്, അത് എടുക്കാൻ ആളുണ്ട്, അത് കാണാൻ ഭംഗിയുണ്ട്, അതിൽ നിന്ന് നല്ല തിളക്കമുണ്ട്, അപ്പോ അതിന്റെ പ്രകാശമുണ്ട്, അതിൽ നിന്ന് വരുന്ന കിരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തിളക്കം കൊണ്ട് കൺകുളിർമ കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വർത്തുള്ള സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ വാല്യൂ. അല്ലാതെ അത് അതിപ്പോ ഒരു എന്താ പറയാ, ഒരു സാധാരണ കല്ലാണെങ്കിലോ ചേരൽ കല്ലാണെങ്കിലോ അതിന് വിലയില്ല. എന്താ കാരണം? അതിന് തിളക്കമൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, അത് വിറ്റാൽ ആർക്കും വേണ്ട, അപ്പൊ നമ്മൾ അതിന് വാല്യൂ ഇല്ല. ഇതാണ് സംഭവം. ഇതേപോലെ ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവളുമായിരുന്നു. യാതൊരു സംശയമില്ല. ഒരു ഡയമണ്ടിനെ പോലെ നമ്മളെ കുഞ്ഞ് എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ചിരി അവർക്ക് ഇഷ്ടമായിരുന്നു, നമ്മളുടെ സംസാരം അവർക്ക് ഇഷ്ടമായിരുന്നു. നമ്മൾ സംസാരിക്കാത്ത കാലത്ത് പോലും നമ്മളൊന്ന് സംസാരിക്കാനും നമ്മൾ ചിരിക്കാനും വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ നമ്മളുടെ നടന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സ്വരൂപിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞാലും അത് നമുക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ചുടുചുംബനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ പുളകം കൊള്ളുന്ന ആ അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നെന്താണ്? ഇന്ന് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് സാധിക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഒരുപാട് പ്രോബ്ലം ഉള്ളത്. അപ്പൊ അത് മാറ്റിയെടുക്കാനാണ് ഈ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളെ പരിഗണിക്കുന്നില്ല, നമുക്കൊരു വാല്യൂ ഇല്ല. ഇന്നലെ എന്നോടൊരു കുട്ടി പറഞ്ഞതാണ്, ഇന്ന ആരും പരിഗണിക്കുന്നില്ല, ഓർക്ക് ഓരോ ഇഷ്ടം പോലെയാണ്, ഞാൻ അവിടെ ഒരാളായി ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഭർത്താവിന്റെ വീട്ടില് എന്നാണ് ഒരു കുട്ടി പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മൾ മനസ്സിലാക്കേണ്ടത് 20ഓ 25ഓ വർഷം കൊണ്ട് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയ ഈ ചളികളെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടും ഒരു 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും നമുക്ക് വാരി ഒഴിവാക്കാൻ സാധിക്കില്ല. സേഫ്റ്റി ടാങ്കിനെ പോലെയാണ്. അത്രയും വൃത്തികെട്ട ചളിയാണ് നമ്മളുടെ മുന്നിലുള്ളത്. പക്ഷെ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഒരു മുഖാവരണം വരും. അതിന്റെ പേരാണ് മാസ്ക്. ആ മാസ്ക് എന്തായിട്ടാണ് വരിക? ആ മാസ്ക് വരിക അസൂയയായിട്ടും ദേഷ്യമായിട്ടും കുശുമ്പായിട്ടും പിന്നെ അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളായിട്ടാ ബൈ പ്രോഡക്റ്റ് ആയിട്ടാ വരിക. നമുക്ക് അതേപോലെ സങ്കടമായിട്ടും ഇങ്ങനെയൊക്കെയാണ് വരിക. പല ആൾക്കാർക്കും പല പോലെയാണ് വരിക. ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളെ കൊണ്ട് മാത്രമാണ്. ഈ ഡയമണ്ടിന്റെ ചുറ്റുഭാഗത്തും നമ്മളാകുന്ന ഡയമണ്ടിന്റെ ചുറ്റുഭാഗത്തും ചളി വന്ന് അടിഞ്ഞതാണ്. ആ ചളിയാണ് നമ്മൾ മാറ്റേണ്ടത്. എങ്ങനെയാണ് ചളി വന്ന് അടിഞ്ഞത്? നമുക്ക് ചെറുപ്പകാലത്ത് ചിലപ്പോ ഷൗട്ടിങ് ചില വീട്ടിലൊക്കെ നമുക്ക് എന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. അയാളുടെ എന്റെ ഒരു ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ്. അയാളൊരു പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിലിറ്ററിന്ന് റിട്ടയർഡ് ആയ ആളായിരുന്നു. പക്ഷെ അയാൾ ഭയങ്കര കണിശക്കാരനും. അയാളുടെ ചുമരിൽ ഇങ്ങനെ തോക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തോക്കൊക്കെ ഇങ്ങനെ ആണിയടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ എന്റെ അതേ പ്രായമുള്ള ഒരു മകനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാരും പോകുന്ന പോലെ കുട്ടികൾ പോണ പോലെ തന്നെ അവിടേക്ക് വിരുന്ന് പാർക്കാൻ പോകും. ആ വിരുന്ന് പാർക്കാൻ പോണ സമയത്ത് ഇയാള് ഭയങ്കര കണിശക്കാരനാണ്. എന്തേലും ഒരു സൗണ്ട് അയാളെ സൗണ്ട് ആണെങ്കിൽ ഭയങ്കര പരിപരിക്കൻ സൗണ്ടുമാണ്. നമ്മളെ പേടിപ്പിക്കും. നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. അതുകൊണ്ട് അയാൾ മരിച്ചുപോയി പാവം. പക്ഷേ ഇന്നും അയാളെ കുറിച്ച് പറയുമ്പോൾ പോലും നമ്മളുടെ ഉള്ളിൽ എന്റെ ഉള്ളിൽ പോലും ഈ പുക്കിൾക്കൊടിയുടെ ഭാഗത്ത് നിന്ന് ഒരു സാധനം ഇങ്ങനെ കേറി വരും. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അന്ന് ആ പേടിയായിരുന്നെങ്കിൽ അതേ പേടി നമുക്ക് മറ്റൊരാളെ കാണുമ്പോഴും സംഭവിക്കും. അത് മറ്റൊരാളെ കാണണം എന്നില്ല. നമ്മൾ ഒരാളെ മുന്നിൽ എത്തിയാൽ ഇന്നും ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് പല ആളുകളെയും ഫേസ് ചെയ്യാൻ പേടിയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ റിജക്റ്റ് ചെയ്യുമോ? അതായത് എനിക്കൊന്നും നേടാൻ സാധിക്കൂലേ? എന്റെ കഴിവുകൾ വളരെ കുറവാണ്. ഞാൻ ഇപ്പോഴും മോശക്കാരനായ ഒരാളാണ്, പോരാത്ത ഒരാളാണ്. എന്റെ മനസ്സിൽ ഇടക്കിടക്ക് വരുന്ന ഓരോരോ ചിന്തകളാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ഞാൻ റിക്കവർ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വരും. പക്ഷെ ഞാൻ വീണ്ടും അതിനെ ഒഴിവാക്കും. ഇങ്ങനെ ചെയ്ത് മാത്രമേ ഇതിന് വഴിയുള്ളൂ. ഇതൊക്കെ വരാനുള്ള കാരണം നമ്മളെ ചെറുപ്പത്തിൽ മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ടായിരിക്കാം. നമുക്ക് കിട്ടേണ്ട പരിഗണന ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്നതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഇങ്ങനെ സംഭവിക്കുന്നത്. അത് എനിക്ക് പ്രത്യേകതായിട്ടോ നിങ്ങൾക്കൊരു പ്രത്യേകതായിട്ടൊന്നുമില്ല. എല്ലാവരുടെ അവസ്ഥയും തന്നെ. ഒരു സംശയവും നിസ്സംശയം ഇതാണ് നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ചില ആളുകൾക്ക്, പെൺകുട്ടികളാണെങ്കിൽ ചില ആളുകൾക്ക് ചെറുപ്പകാലത്ത് തന്നെ ആരെങ്കിലും ചില ആളുകൾ നമ്മളെ ലൈംഗികമായിട്ടോ എന്തെങ്കിലും പ്രേരണയൊക്കെ തന്നിട്ട് നമ്മളെ ഉള്ളില് ഒരു ചെറിയ പേടി വന്നിട്ടുണ്ടാവും. അന്ന് നമ്മൾ കുഞ്ഞുകുട്ടിയാണ്, നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. പക്ഷെ അവരുടെ വികാരങ്ങളെ നമ്മളുടെ മേത്ത് വെച്ചിട്ട് നമ്മളെ എന്താ പറയാ നമ്മൾ അതിനെ അടിമപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആണുങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പായിരിക്കും. അതേപോലെ തന്നെ ആരെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ പേടി വരും. അയാൾ ഇനി എന്നെ എന്തെങ്കിലും കാട്ടും. പക്ഷെ ആ കുട്ടി സത്യത്തിൽ അന്നത്തെ കാര്യം മറന്നിട്ടുണ്ടാവും. അയാളുടെ ഈ കോൺഷ്യസ് മൈൻഡിലോ ഇവിടെ ഒന്നും അത് ഉണ്ടാവില്ല. പക്ഷെ അത് എവിടെ കിടക്കുന്നുണ്ട്? അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു രംഗം വരുമ്പോ, അങ്ങനെ ഒരു സംഭവം വരുമ്പോ അത് പൊങ്ങി വരും. അത് നമ്മളുടെ മുന്നിൽ ഒരു ഒരു മൂകപടം സൃഷ്ടിക്കും. നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണോ ഇറങ്ങി പുറപ്പെട്ടത് അത് നമുക്ക് നേടാൻ സാധിക്കില്ല. ഇതാണ് സത്യം. ഈ ഒരു സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളും ഇതൊരു ലൈഫ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മളെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളെ പല ആളുകളും ഇന്നും പരാജയം. മനസ്സിലായാൽ മാത്രം പോരാ, ഇതിനുള്ള പണിയെടുക്കണം. ഇതിനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഒഴിവാക്കാതെ നമുക്ക് മുന്നോട്ട് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. ഇതൊരു ഗ്യാരണ്ടീസ് ആണ്. ഇതിനാരൊക്കെയാണോ മാറ്റുന്നത് അവർക്കെല്ലാം അവരുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അനന്തമായിട്ടുള്ള സാധ്യതകളെ കൊണ്ടാണ്, അനന്തമായിട്ടുള്ള കഴിവുകളെ കൊണ്ടാണ്. ആ കഴിവുകൾ പോലെ കൊണ്ട് ജനിച്ച ആളാണ് ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷേ നമുക്ക് പല കാരണങ്ങളെ കൊണ്ട് ഇതേപോലുള്ള പല മാസ്കുകൾ വന്നതിന്റെ കാരണത്താൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മളുടെ യഥാർത്ഥ പെർഫോമൻസ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാണ്, എന്റെ ഉള്ളിലുള്ള യഥാർത്ഥ പെർഫോമൻസ് എനിക്ക് ഇപ്പോഴും എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് ഞാൻ എന്റെ മേലെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ശരീരം മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് മാത്രമല്ല, നമ്മളുടെ അറിവുകൾ വളർന്നുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരും. ആ കാര്യങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്കുണ്ടാവും. അതിന്റെ ഇടയിൽ വീണ്ടും നമ്മളുടെ പഴയ നെഗറ്റീവ് വരും. ആ നെഗറ്റീവിനെ നമ്മൾ ഒഴിവാക്കാൻ പഠിക്കുക. വീണ്ടും നമ്മൾ കയറിപ്പോണം. വീണ്ടും ആ നെഗറ്റീവ് വരും. വീണ്ടും നെഗറ്റീവ് വരും. പക്ഷെ കുറേ ചെയ്യുമ്പോ ഈ നെഗറ്റീവിന്റെ പവർ കുറഞ്ഞ് 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 ഇങ്ങനെ വരും. ആദ്യത്തിലൊന്നും നമുക്കിത് ചെയ്യുമ്പോൾ ഒന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്നും തോന്നൂല. ഇതിന് നമുക്കൊരു ട്രസ്റ്റ് ഒന്നും തോന്നില്ല. ഇതിപ്പോ എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതല്ലാത്ത വേറൊരു വഴിയും ഇതിനില്ല. ഒരു വഴിയും ഇതിനില്ല. നമ്മളുടെ മനസ്സിന്റെ, നമ്മുടെ ശരീരത്തിന്റെ വേസ്റ്റ് പോകാൻ നമുക്ക് പല സ്ഥലങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മളുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളെല്ലാം പോകും. എന്നാൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളും. അതിന്റെ സമയം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ വിഷാംശങ്ങളാണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും അതിനെ പുറന്തള്ളും. ഒരു സമയം കഴിഞ്ഞാൽ പുറന്തള്ളും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് ദിവസം നമ്മളുടെ വേസ്റ്റ് നമ്മളുടെ പുറത്തേക്ക് പോയില്ല, എത്ര അസ്വസ്ഥത ഉണ്ടാവും നമ്മളെ ശരീരത്തിന്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും? ആ പ്രശ്നങ്ങളെ പോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിന് കിട്ടിയിട്ടുള്ള ഒരുപാട് ഭക്ഷണം എന്ന് പറയുന്നത്. വേസ്റ്റായ ഭക്ഷണമാണെങ്കിൽ ആ മനസ്സിന്റെ വേസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സും അസ്വസ്ഥമാകും. അപ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോഴാണ്, അതിൽ ജീവിക്കുമ്പോഴാണ് നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തത്. ഇതിനെ നമ്മൾ അൺമാസ്ക് ചെയ്ത്, അതിനെ ഒഴിവാക്കി, ആ മുഖാവരണം മാറ്റിയേ പറ്റുള്ളൂ. എങ്ങനെ സംഭവിക്കാം? നമ്മളുടെ മുന്നിൽ, ശ്രദ്ധിച്ചോ, നമ്മളാകുന്ന ഡയമണ്ടിന്റെ ചുറ്റുഭാഗത്തും പല ചളിക്കുത്തുകളും വന്നു. പലതും നിറഞ്ഞു. അത് പലതും ഉണ്ടായിരിക്കാം. എന്തൊക്കെയോ നിറഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ഇതിൽ ഓരോ ചളിക്കുത്തുകളും ഓരോ വേസ്റ്റുകളും നമ്മുടെ ഓരോ മാസ്കുകളാണ്. അതാ ഓരോ മാസ്കുകളാണ്. ഇങ്ങനെ ഓരോരോ മാസ്കുകൾ വന്ന് ഈ മാസ്കുകൾ നമ്മളുടെ തെളിച്ചം എന്ത് ചെയ്തില്ല, പിന്നെ പുറത്തേക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല. ഇത് ഓരോരോന്നായിട്ട് അയക്കുമ്പോ നമ്മളുടെ തെളിച്ചം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കോൺഫിഡൻസ്, പല ആൾക്കാർക്കും പല അനുഭവമാണ് ഉണ്ടാവുക. പല ആളുകൾക്കും പല പല ഡെപ്തിലാണ് ഉണ്ടാവുക. ചില ആളുകൾക്ക് കുറച്ചുണ്ടാവുള്ളൂ, ചില ആളുകൾക്ക് കുറെ ഉണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാല്, ചില ആളുകൾക്ക് ഒരു പെട്ടെന്ന് കഴിച്ചിലാവും, വീണ്ടും അയക്കന്നെ വരും, വീണ്ടും അതിക്കന്നെ വരും. അത് നമ്മളുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തതുകൊണ്ടാണ്. നമ്മൾ ആ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ആകാത്തതുകൊണ്ടാണ്. അത് മെല്ലെ മെല്ലെ ചെയ്യുക. അതായത് വീണ്ടും ചെയ്യുക, റിപ്പീറ്റ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബിൽഡായി വരണം. ഈ മാസ്കിനെ ഒഴിവാക്കാൻ പഠിക്കാത്ത ഒരാൾക്കും നന്നായിട്ടൊരു ബിസിനസ് ചെയ്യാൻ കഴിയില്ല, നല്ലൊരു ഫാമിലി കൊണ്ടു നടക്കാൻ കഴിയില്ല, നല്ലൊരു ജോലി ചെയ്യാൻ കഴിയില്ല. ഇനി ജോലി ചെയ്യും, നമുക്കൊരു പ്രത്യേകത ഉണ്ട്, ജോലി ചെയ്യും. നമ്മൾ ഇപ്പോഴും പല ജോലിയും ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യും, പക്ഷേ നമ്മൾ ഏറ്റവും നല്ല പെർഫോമൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് കഴിയൂല. ഒരു നിമിഷ നേരത്തേക്ക് പോലും നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞാൽ, ഈ മാസ്കിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ, ആ നിമിഷം മുതൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബ്രെയിനും നമ്മളെ മനസ്സും ഷട്ടാവണം. പിന്നെ ഒരു സാധനം കേൾക്കൂല. പല പേടികളെ കൊണ്ട്, പേടി ഇതാണ്, അവസാനം വരുന്ന പേടി ഇതാണ്. അതായത്, എന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ, എന്നെ പരിഗണിക്കുകയില്ലയോ, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയാതാവോ, എന്നെ എന്താ പറയാ, അവർക്ക് ഇഷ്ടമല്ലാതാവോ. ഇപ്പോഴത്തൊക്കെ എന്നെ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ആ ഇഷ്ടങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ള ഇഷ്ടമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിൽ നിന്ന് അവർക്ക് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ളത് കൊണ്ട്, ആ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന, അവരൊരു മാസ്ക് ഇട്ടിട്ട് നമ്മളെടുത്ത് കാണിക്കുന്ന ഇഷ്ടമാണ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കാര്യം മാത്രമല്ല ട്ടോ ഞാൻ പറയുന്നത്. വീട്ടിത്താണെന്നും അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ.
നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ നമ്മളൊരു ചെറിയ കുഞ്ഞായ സമയത്ത് അവര് വേറെന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മളോട് ചിരിക്കുകയും, നമ്മളോട് സംസാരിക്കുകയും, നമ്മളെ തലോടുകയും ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ കുഞ്ഞായ സമയത്ത് നമ്മളുടെ നമ്മളെ അവർ ചുംബിക്കുകയും, അതുപോലെ തന്നെ അവർ നമ്മളെ എന്താ പറയാ താലോലിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി തരുമ്പോ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വേറൊരു ലക്ഷ്യം ഉണ്ടായിരുന്നോ? വേറെ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി ചെയ്തതാണോ? അല്ല. അവർ കുഞ്ഞ് എന്ന് പറയുന്ന നമ്മളെ ഇഷ്ടപ്പെട്ടതാണ്. ആ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കറുത്തതാണെങ്കിലും, നമ്മൾ വെളുത്തതാണെങ്കിലും, നമ്മളുടെ ഓരോ വളർച്ചയെയും നമ്മൾ എങ്ങനെയാണ് നോക്കിയിരുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പൊ എങ്ങനെ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ശരിക്കും മനസ്സിലാവും. ഇന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, "മോനെ ഇന്നലെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. മോന് പനിയാണ്. 2, 3 ദിവസായിട്ട്. ഇന്നലെ കുറച്ച് കൂടി. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ എന്തോ ഒരു വൈറസ് ആണെന്ന് പറഞ്ഞു. അത് വലിയ ആളുകൾക്ക് ഉണ്ടാകുന്ന വൈറസാണ്. 1.5 വയസ്സായ കുട്ടിയാണ്. പക്ഷെ അവന് എങ്ങനെ അത് കിട്ടീന്ന് അറിയില്ല. അപ്പൊ കുറച്ച് കുറച്ച് പ്രശ്നാണ്. അപ്പൊ ഇന്നും നാളെയും കൂടെ മാറിയില്ല. എന്തെങ്കിലും കുറവില്ല, ഭേദമില്ല എന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ആകെ ഒരു കുട്ടി, ചെറിയ കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാന് ഞാൻ വേറൊരു കാര്യത്തിനാണ് ഞാൻ അയാളെ വിളിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചതേ ഇല്ല. കാരണം എനിക്കറിയാം അയാൾ ഡിസ്റ്റർബ്ഡ് ആണ്. ആ കുഞ്ഞിനെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടാവും ആ ഒരച്ഛൻ, ആ ഒരു ഉപ്പ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടാവും. ആ കെയറിങ് ഒക്കെ നമുക്ക് ഒരു നാളില് കിട്ടിയിട്ടില്ലായിരുന്നോ? അതിനൊരൊറ്റ കാരണമുള്ളായിരുന്നു. നമ്മളുടെ ഉള്ളിൽ ചളി നിറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളെ ഉള്ളിൽ വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് നമ്മളുടെ പ്രകാശം മറ്റുള്ളവർക്ക് കാണാമായിരുന്നു. നമ്മളുടെ തെളിച്ചം മറ്റുള്ളവരിൽ പ്രതിഫലിക്കുന്നത് കാണാമായിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല മാസ്കുകളും ധരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ആ മാസ്കുകളെ നമ്മൾ എപ്പോഴാണോ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുന്നത്, അന്ന് മുതൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത്, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ആകർഷിക്കപ്പെടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വലിയ സംഭവമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മള് കരുതും ഇതിലിപ്പോ ഇത്ര വലിയ കാര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്ന് കരുതും. ഇതില് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ ഇങ്ങള്? നമ്മള് എപ്പഴും ചിന്തിക്കുന്നത് പ്രോബ്ലം മറ്റുള്ളവരിലാണ് നമ്മള് കണ്ടത്. നമ്മള് എപ്പഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. നമ്മള് എപ്പഴും കണ്ടത് അങ്ങനാണ്. അത് അവര് ചെയ്ത് തരാത്തോണ്ടല്ലേ? അല്ലെങ്കിൽ അതവര് പറഞ്ഞു തരാത്തോണ്ടല്ലേ? അതവർക്ക് നമ്മളെ ഇത് ചെയ്യാൻ കഴിയാത്തോണ്ടല്ലേ? അവരെനിക്കത് ചെയ്ത് തരേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെ നമ്മളെപ്പഴും എന്താ വെച്ചാൽ ഒഴിഞ്ഞ് മാറിക്കൊണ്ട് നമ്മളെ മേലെ നിന്ന് നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അത് മറ്റുള്ളവരുടെ മേലെ കെട്ടിവെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമ്മൾ രക്ഷപ്പെട്ടത്. എന്താ കാരണം അറിയോ ഇങ്ങള്? നമ്മള് പേടിച്ചിട്ടാ. സത്യത്തിൽ പേടിച്ചിട്ടാ. നമുക്കതിനുള്ള ധൈര്യമില്ല. അത് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. എന്താ കാരണം? വൈ? എന്തുകൊണ്ടാണത്? നമ്മള് മുന്നേ ചെയ്ത കാര്യങ്ങൾ പലതും നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ള തോന്നലായിരിക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഉണ്ടാവുക. അത് അന്ന് വന്ന് പോയതായിരിക്കാം. നമ്മൾ എന്തെങ്കിലും ചെയ്തപ്പോ നമ്മളെ കുറ്റപ്പെടുത്തിയതായിരിക്കാം. നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പയായിരിക്കാം. അവരിതൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതായിക്കോളണമെന്നില്ല. അല്ല. പക്ഷെ അത് യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം. പക്ഷെ അത് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുടെ ഉള്ളിൽ കിടന്നിട്ട് അത് അവിടെ കിടക്കാണ്. നമ്മളെ ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് നമ്മളുടെ ഉള്ളിൽ വിങ്ങി പൊട്ടി കിടക്കാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണ്ടേ? വേണം. കാരണം നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഒരു മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേദനയൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും നമ്മൾ അതിനെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ സ്കാൻ ചെയ്ത് അത് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേഗം റിമൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താ കാരണം? എന്താ കാരണം? അത് നാളേക്ക് എന്തെങ്കിലുമായി മാറുമോ? മനസ്സിലായോ നിങ്ങക്ക്? ഒരു പേടിയാണ്. ഒരു പേടിയാണ്. ഈ പേടി, ഈ ശ്രദ്ധ എന്തുകൊണ്ടാണ്? ഈ ശ്രദ്ധ എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെയുള്ള പരിഗണനയല്ലേ നമ്മളെ മനസ്സിന്?
നമ്മളെ മനസ്സല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജി കൊടുക്കുന്നത് മുഴുവൻ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അന്ന് ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും കോൺസെൻട്രേഷൻ നമുക്കുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളുടെ പെരുമാറ്റം നന്നാവുമോ? നമ്മുടെ കുടുംബജീവിതം നന്നാവുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാധിക്കണം. നമ്മളെപ്പോഴും എന്താ കുറ്റം പറയാ? ഇന്നലെ ഒരാൾ പറഞ്ഞതാണ്. ഇന്നലെ ഒരാൾ പറഞ്ഞതാണ്. എന്താ അറിയോ നിങ്ങൾ പറഞ്ഞത്? "എനിക്ക് ആഗ്രഹം ഇതാണ്. പക്ഷെ സാറേ അത് നടക്കൂല. എന്നെ സമ്മതിക്കൂല. എനിക്ക് 2 കുട്ടികളുണ്ട്. സമ്മതിക്കൂല. പക്ഷേ ഞാൻ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ കഴിയൂല. അടിമപ്പെട്ടു പോയി. ഒരു രക്ഷയില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഇങ്ങനെ പോവാ. അതേ നടക്കൂ തോന്നുന്നു." ഓലൊക്കെ അങ്ങനത്തെ ആൾക്കാരാ. അല്ല. ഞാൻ പറയുന്നു, നമ്മളെ കയ്യിൽ ഒരു തിളങ്ങുന്ന വസ്തുണ്ട്. ആ തിളങ്ങുന്ന വസ്തു നമുക്ക് കിട്ടിയത് ഒരു ചളിയിൽ നിന്നാണ്. ആ ചളി അതിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. നമുക്കറിയില്ല എന്താണ് അതിന്റെ ഉള്ളിലുള്ളതെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ ആ ചളി കളയുമ്പോ നമുക്ക് മനസ്സിലാവും അതിന്റെ തെളിച്ചം. ഇതേപോലെ നമ്മളുടെ മേലാണ് സത്യത്തിൽ ചളി അടഞ്ഞിട്ടുള്ളത്. അവരുടെ മേലല്ല. അവരുടെ മേലുണ്ടായിരിക്കാം. അവരുടെ മേലുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ആരെയാണ്? നമ്മളെ മാത്രമാണ്. നമ്മളൊരു പുതിയ മനുഷ്യനായിക്കൊണ്ട് മാറുകയാണെങ്കിൽ അവർ നമ്മളെ തീർച്ചയായിട്ടും അംഗീകരിക്കൽ നിർബന്ധമാകും. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. എപ്പോഴാണത് തയ്യാറാവുക? അവർ പോലും അറിയാതെ അവർ പോലും അറിയാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നമ്മളെ പരിഗണിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളുടെ ഗുണങ്ങൾ മാറുമ്പോൾ അത് സംഭവിക്കും. എന്നാൽ അതിന് പകരം നമ്മൾ അവരെയാണ് തിരുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകും. നമുക്കൊരു സ്വസ്ഥമായിട്ടോ സന്തോഷകരമായിട്ടോ ഒരു ദിവസം പോലും ഉണ്ടാവില്ല. എല്ലാ ദിവസവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മളെ ആഗ്രഹങ്ങളാണ്. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തുംന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ ഇതാണ്. എന്റെ സ്വപ്നങ്ങളിലേക്ക് എങ്ങനെ ഞാൻ എത്തും? ഹൗ? ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ മുന്നിൽ മുഴുവൻ തടസ്സങ്ങളാണ്. മുഴുവൻ തടസ്സങ്ങളാണ്. മുഴുവൻ തടസ്സങ്ങളാണ്. ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടതായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അത് നടന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ആളായി മാറും. അതാണ് കഴിഞ്ഞ ദിവസം എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മേലേന്ന് വലിച്ചടിപ്പിക്കണം. അപ്പോ ആ ആളായിക്കൊണ്ട് നമുക്ക് മാറാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അതായത് നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ്. നമുക്ക് എത്തേണ്ടത് ഇവിടെയാണ്. ഇവിടെയാണ്. ഇത് ഒരുപാട് ഉയരത്തിലാണ്. ഇങ്ങോട്ടേക്ക് കയറ്റമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാള് ഇവിടെ നിന്ന് ഇതിനെങ്ങനെ തള്ളിയാൽ, ഇതിനെങ്ങനെ പുഷ് ചെയ്താൽ ഇത് ഇങ്ങോട്ടേക്ക് എത്താൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മളെ മുകളിൽ നിന്ന് ഒരാൾ വലിച്ചടിപ്പിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോ? ഇതിന്റെ പേരാണ് ഇത് നമ്മളുടെ പ്രസന്റ് സ്റ്റേറ്റ്. നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസന്റ് പേഴ്സൺ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ആളാണ്. എന്നാൽ ഇനി നമുക്ക് ആവേണ്ട ആൾ അതാണ് ഐഡിയൽ പേഴ്സൺ. ഐഡിയൽ പേഴ്സൺ. ഐഡിയൽ പേഴ്സൺ. ഈ ഐഡിയൽ പേഴ്സണിലേക്ക് നമ്മൾ എത്തണം. ആ ഐഡിയൽ പേഴ്സണിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ഇത് മനസ്സുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാനൊരു ഇപ്പോ ഒരു ഉദാഹരണം പറയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് നിൽക്കാൻ ആഗ്രഹം. അപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ്. പക്ഷെ ഞാൻ കരുതുകയാണ് എനിക്ക് നിൽക്കാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കണം. ഞാനിപ്പോ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഉള്ളത്. എന്റെ മനസ്സ് ആ ഒരു ലെവലിലാണ് ഞാനുള്ളതെങ്കിൽ ഒരു ഉദാഹരണം പറയാണ്. അപ്പോ എന്റെ മുന്നിൽ വരുന്ന ആളുകൾ എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ സെർവന്റ് ആണെങ്കിലും എന്റെ വീട്ടിലുള്ള ആളുകളാണെങ്കിലും ആ 5 സ്റ്റാർ ഹോട്ടലിലെ സ്റ്റാൻഡേർഡുള്ള ആളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. ഞാൻ അവിടെ പെരുമാറുന്നത് എങ്ങനെ? ആ സ്റ്റാൻഡേർഡുള്ള ആളായിട്ടാണ് പെരുമാറുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ജോലി ആവശ്യമുണ്ട്. എന്താണ് ആ ജോലി? എന്റെ ജോലി
എനിക്ക് കിട്ടേണ്ടത് ഒരു റിസപ്ഷനിസ്റ്റ് ആണ്. ഒരു വലിയ സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റ് ആണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? എന്റെ വീട്ടിലെ കസേരയിലാണ്. എന്നാൽ നിങ്ങൾ അസ്യൂം ചെയ്യുന്നു. അതായത് നിങ്ങൾ അസ്യൂം ചെയ്യുക മാത്രല്ല, നിങ്ങൾ ആ ആളായി മാറുകയാണ്. എങ്ങനെയാണ് ആളായി മാറുക? ആ ആളുടെ പ്രവർത്തനങ്ങളും, ആ ആളുടെ സ്വഭാവ ഗുണങ്ങളും എല്ലാം നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ആളായി മാറുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ആളായി മാറുമ്പോൾ നമ്മളുടെ പെരുമാറ്റം പിന്നെ എങ്ങനെ ആയിരിക്കും? ആ ആളായിക്കൊണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്വഭാവ ഗുണങ്ങളിൽ ഓട്ടോമാറ്റിക്കലി മാറുകയാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിൽക്കുന്ന നമ്മളെ അങ്ങോട്ടേക്ക് കയറിട്ടിട്ടോ എങ്ങനെ വെച്ചാൽ വലിച്ചടിപ്പിക്കുക. നമ്മള് കനമുള്ള ഒരു സാധനം മേലെ നിന്നിട്ട് താഴേന്ന് തള്ളിയാൽ പൊങ്ങൂല. മേലെ നിന്നിട്ട് എന്ത് ചെയ്യണം? വലിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇതേപോലെ വലിച്ചടിപ്പിക്കുകയാണ്. അത് ചെയ്യാനുള്ള പണിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നെ. അതിനെന്താ വെച്ചാല് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം നമുക്ക് കാശ് കൊടുത്താൽ വാങ്ങാൻ കിട്ടൂല. ആ സ്ഥലം നമ്മൾ ഉണ്ടാക്കണം. അത് ക്ലീൻ ചെയ്തുണ്ടാക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ ആ നെഗറ്റീവ് വന്ന് കൊത്തും. ഏയ് എനിക്കൊക്കെ എങ്ങനെ സാധിക്കുക? ഈ പണ്ട് ഒരു പരിശ്രമം നടത്തിയതല്ലേ, ഇനി എങ്ങനെ എനിക്ക് സാധിക്കാം? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന സങ്കടത്തിൽ നിന്ന് നമുക്ക് വരുന്നത് ദേഷ്യമായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻ കുറച്ച് മോശമായിരിക്കും. അത് അയാളുടെ ഉള്ളിൽ നിന്ന് തിരിച്ചുള്ള പ്രതിഫലനവും പ്രതികരണവും മോശമായിരിക്കും. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും നമ്മളെ ജീവിതത്തിൽ കടന്നുപോയി നമ്മൾ നഷ്ടക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഈ മാസ്കുകളെ ഈ മാസ്കുകളെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെറിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. നമുക്കൊരു ജോലിയാണെങ്കിലും, നല്ലൊരു അമ്മയാവണമെങ്കിലും, നല്ലൊരു ആവണമെങ്കിലും, നല്ല ഒരു വീട്ടുകാരി ആവണമെങ്കിലും, നല്ലൊരു ഭാര്യ ആണെങ്കിലും എല്ലാം എടോ ലൈഫ് റെഡി ആവാതെ പിന്നെ എന്താ ബാക്കി ജോലി കിട്ടിയിട്ട് കാര്യം? എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു ജോലി വേണം. ഓക്കെ. നമ്മൾ കരുതാണ് ജോലി കിട്ടിയതിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. കാരണം എന്താ വെച്ചാല് ഇപ്പൊ എനിക്ക് ടെൻഷനാണ് സാറേ. അപ്പൊ ഈ ടെൻഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ എപ്പോഴും ബിസി ആയാലും എന്റെ ടെൻഷൻ മാറി കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ എന്താന്ന് വെച്ചാല് നമ്മള് ഈ ടെൻഷൻ നമ്മുടെ തലയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട് ഈ ടെൻഷൻ. അതിന് പുറമെ ആ ഓഫീസിലെ ടെൻഷനും കൂടി കയറും. അപ്പൊ ഡബിൾ ടെൻഷനായി. ഒരു എക്സ്ട്രാ ഭാരം കൂടെ. ആ 2 ഭാരം കൂടെ ചുമക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇമോഷൻസ് എല്ലാം ചേഞ്ച് ആവും. അത് നമ്മളെ പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് വരിക. ആ വരുന്ന എനർജി എല്ലാം നമ്മളുടെ ജീവിതത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ സംഭവിക്കുന്ന സാധനം. ഈ മാസ്കിന്റെ പ്രത്യേകത ഇതാണ്. മാസ്ക് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച മാസ്ക് ഇതാണ്. ഫിസിക്കൽ മാസ്ക് അല്ല. ഇത് ഇമോഷണൽ മാസ്ക് ആണ്. അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്നായിരിക്കാം, ടീച്ചറിൽ നിന്നായിരിക്കാം, സുഹൃത്തിൽ നിന്നായിരിക്കാം, അയൽവാസിയിൽ നിന്നായിരിക്കാം, ബന്ധുക്കളിൽ നിന്നായിരിക്കാം, വല്യുമ്മാന്റെ അടുത്ത് നിന്നായിരിക്കാം, വല്യപ്പാന്റെ അടുത്ത് നിന്നായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഏതെങ്കിലും ആളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം കണ്ട് പേടിച്ചതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പേടിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കാം, എന്താണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, ചിലപ്പോ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമായിരിക്കാം. എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ സാധനം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഈ വൈബ്രേഷൻ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അറിയാതെ. ആ വൈബ്രേഷനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി പ്രകാരം നിങ്ങളുടെ ആ സാധനത്തിന് ആ പ്ലേസ് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ പോലും അറിയാതെ കണ്ടെത്തും. ബാക്കി പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളിൽ നിന്ന് ഓരോ ഘട്ടമായിട്ട് ഈ സാധനം ഒഴിഞ്ഞു പോകും. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പറയാം
ഒരു 20 മാസ്കുകളെ കുറിച്ചിട്ട് നമ്മൾ പറയും. 20 മാസ്കുകൾ. ഈ മാസ്കുകൾക്കെല്ലാം ഉള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം. അതായത് പലതരത്തിലുള്ള പേടിയാണ്. പേടിയാണ്. ഇനി ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മള് ഇതിനെ പറയും, ഞാന് അവിടെ അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ എന്റെ എന്റെ ജീവിതം എന്ത് ചെയ്യും? കൊളാവും. എന്നാൽ ഞാൻ പറയുന്നു ഇത് നിങ്ങൾക്ക് അറിയുന്ന അത്ര വേറെ ആർക്കും അറിയില്ല. എന്താ കാരണം അറിയോ നിങ്ങള്? നിങ്ങളൊരു നല്ല ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയുന്ന ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. കാരണം ഇനിയിപ്പോ ഒരു ചെറിയ ഉദാഹരണം പറയാലോ. നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം നമ്മളുടെ വീട്ടിലേക്ക് ക്രിസ്മസ് വെക്കേഷന് വീട്ടിലേക്ക് പോവാനാണെങ്കിൽ നമ്മള് എങ്ങനെ സമ്മതം വാങ്ങണമെന്ന് നമ്മൾ മുൻകൂട്ടി നമ്മൾ എടുക്കും നമുക്കറിയാം. അല്ലേ? അപ്പൊ ഞാൻ പറയുന്നു, നമ്മൾ ഈ മാസ്കുകളും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ, ഏറ്റവും നല്ല പവർ പവർ നമ്മളും കൂടെ അറിയാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറുമായിട്ടാണ് നമ്മൾ ഈ ജനിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും ദൈവം നമ്മളെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. ആ തന്ന കഴിവുകളെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ പോലും അറിയില്ല. അതാണ് അതിന്റെ സത്യം. നമ്മൾ പോലും അറിയില്ല. നമുക്ക് എന്താണോ എത്തേണ്ടത്, ആ എത്തേണ്ട സ്ഥലത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് എത്താൻ സാധിക്കും. 1 ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ യാത്രയിൽ തുടർന്ന് പോയാൽ, ആ യാത്രയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എത്തിപ്പെടാം. അത് അവരവരുടെ മാസ്കിന്റെ കട്ടിയും കനവും അനുസരിച്ചിട്ടിരിക്കും. അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടിരിക്കും. അവരവരുടെ ട്രസ്റ്റിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇടേണ്ടതാണ് ട്രസ്റ്റാണ്. ഇതില് ഏറ്റവും കൂടുതൽ ഇതിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളവർക്ക് അതിലെത്താൻ പറ്റും. അപ്പൊ ആ മാസ്കുകളെ നമ്മള് അടുത്ത ആഴ്ച ഓരോന്നോരോന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് തരും. ഒരു 2ഓ 3ഓ 4ഓ ക്ലാസ്സുകൾ വേണ്ടിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ പറഞ്ഞു തരും. ആ മാസ്കുകൾ നിങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മാസ്കുകൾ എന്തെല്ലാം എന്ന് നിങ്ങൾ തുറന്ന് പറയണം. എന്താണ്? തുറന്ന് പറയണം. എവിടെ പറയണം? ഈ ഗ്രൂപ്പിൽ, ഈ ക്ലാസ്സിൽ നിങ്ങൾ പറയണം. ആ മാസ്കുകൾ സാറേ എനിക്ക് ഈ മാസ്ക് ഉണ്ട്. ഇതാണ് എന്റെ മാസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾ തുറന്ന് പറയണം. അങ്ങനെ തുറന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ മാസ്കും കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആർ യു റെഡി? അങ്ങനാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.